വിശേഷം? സുഖമല്ല എല്ലാവർക്കും? മിനി കൂപ്പർ കാണിച്ചാലോ ഫസ്റ്റ് തന്നെ. ഇതാ മിനി കൂപ്പർ പോകും. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ എന്താ പരിപാടി വെച്ചാൽ നമ്മളെ പോകുന്നില്ല മാടു. ഞാൻ പോയെന്നട്ടാ നാട്ടിൽ നിന്ന് ഇവിടെ മതിയായി, നാട് മതിയായി. അല്ല മാടു ആരോ ഡ്രൈവർ മാടു വന്നിന്ന്. ഡ്രൈവറെ മാടു ഒരു ആയി പറഞ്ഞേ. മാടു കുറേ കാലത്തിന് ശേഷം, എത്ര വർഷമായിട്ട് നീ എൻ്റെ ബ്ലോഗിൽ കയറിയിട്ട്? കുറച്ച് വർഷമായി. പിന്നെ കുറച്ച് നേരത്തെ ഡ്രൈവർ ഇതാ ബാക്കിലുള്ള ആളായിരുന്നു. ഞാൻ ഡ്രൈവറിലാക്കി പുതിയ പുതിയ ആൾക്കാരെല്ലാം വെച്ച് ചായ വാങ്ങി കൊടുത്താൽ മതി പറഞ്ഞു. അപ്പോൾ നാട് ഇവിടെയാണ്. നേരെ എവിടത്തേക്ക് പോകുന്നത്? ഇപ്പം നമ്മ കർണാടകയിലുള്ള എവിടത്തേക്ക് പോകുന്നു മാടു? നമ്മ ബാംഗ്ലൂരേക്ക് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് 2 മണിക്ക്. അപ്പം ഇനി എൻ്റെ നാട്ടിലെ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നാട്ടിലെ അടുക്ക് പോയി കുറച്ച് ബട നാട്ടിലെ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഇനി പുറം നാട്ടിൽ നിന്നാണ് കളി കേട്ടോ. മാടു അടുത്ത മാസം ഫ്ലൈറ്റ് കയറുന്നുണ്ടോ അങ്ങോട്ട്? അപ്പം ഞാനും മാടു വന്ന് ഇനി അല്ലേ മാടു ഒരു അതുകൊണ്ടല്ല അമ്മ ഇപ്പം പോകുന്നത് ഫോറസ്റ്റിലൂട്ടി കേട്ടോ. ഭയങ്കരമായ കാട്ടിലൂട്ടിയാണ് നമ്മളെ യാത്ര. ഞാൻ കാണിച്ചു തരാം, കാടെല്ലാം കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇവരുടെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടാണ്ടായിടാ. ജംഷീർക്ക്. നമ്മളെ ജംഷീർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബാംഗ്ലൂരേക്ക് കേട്ടോ. അതിന് എത്ര കിലോമീറ്റർ ഉണ്ട് മാടു? 200. 200. നമ്മൾ ഭയങ്കരമായ ഒരു കാട്ടിലൂട്ടിയാണ് പോകുന്നത്. ഇതാ കാട്, ഫുൾ കാട്. അടിപൊളി അടിപൊളി. ആന അടിച്ചിട്ട് ചവിട്ടിട്ട് ഈ റൂട്ട് ശരിക്കും ആൾക്കാരുണ്ടാവില്ല. 6 മണിക്ക് ശേഷം ഈ റൂട്ട് അങ്ങനെ ആളുണ്ടാവില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, ആന ശല്യമുള്ള സ്ഥലമാണെന്നാ പറഞ്ഞത്. ഭയങ്കരമായ ആന ഉണ്ട് ഇവിടെ. കാരണം അങ്ങനത്തെ ഒരു ഫോറസ്റ്റ് കേട്ടോ. ഒരു മരം ആ സൈഡിലെല്ലാം ഇപ്പൊ നല്ല റോഡല്ല അല്ലേ? ഫുൾ ഫോറസ്റ്റിന്റെ ഇടയിലോട്ട് നമ്മൾ ഇപ്പം വന്നേ കണ്ടോ. അവിടെ ഫുൾ മരോടെ പറയും പോലെ. അപ്പോൾ നമ്മൾ നേരെ ഗോയിങ് ടു ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് കേട്ടോ. നല്ല അടിപൊളി റോഡ് കേട്ടോ. ഇതാണ്ടോ അടിപൊളി റോഡ്. കഴിഞ്ഞ ഞാൻ ഇപ്പൊ തുടങ്ങല്ലേ. അപ്പോ എന്തെങ്കിലും പോകുന്ന വെഹിക്കിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരും. ഇവിടെ സത്യം പറയാലോ, ഇവിടെ വന്നിട്ട് ഞാൻ മാടുവിൻ്റെ അവിടെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ് കേട്ടോ. നല്ല തണുപ്പോ, സൂപ്പർ തണുപ്പ്. ഈ ഉച്ച സമയത്തും നല്ല തണുപ്പ്, അടിപൊളി തണുപ്പ്, കിട്ടുമ്പോഴത്തെ തണുപ്പ്. ഇവര് പറയുന്നത് ചൂട്, ഇവർക്ക് ചൂടാണല്ലേ. ഉച്ച സമയത്തെല്ലാം ചൂട് എന്ന് പറയുന്നു, പക്ഷെ അമ്മക്ക് തണുപ്പ്. അമ്മ അങ്ങനെ വരുന്നല്ലേ. എന്താ പോയത്? ഒരു ഓട്ടോ കണ്ടിരാ, ചീറിയ പോക്കാ പോയത്. ഇതാണ് തിത്മത്തി. എന്ത് പേര്? തിത്മത്തി. ഇതാണ് തിത്മത്തി കേട്ടോ. കാടന്നല്ലേ, ഫുൾ കാട്, ചുറ്റിലും കാട്. അപ്പോൾ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. അത് മെയിൻ റോഡല്ലേ കാണുന്നേ? മൈസൂർ റോഡ് അല്ലേ? അവിടെ കയറിയല്ലേ. അപ്പൊ നമ്മ ഇങ്ങെത്തി കുറച്ച്. ഇനി ആനയിലുണ്ടോ? ഇനി എന്തെല്ലാം കാണാൻ. ഇതാ തിത്മത്തി. കണ്ടോ എൻ്റെ മോനെ. ഇനി ആനലും ഉണ്ടല്ലോ റോഡ് സൈഡിൽ. കിട്ടുമ്പോഴത്തെ ആനലുണ്ടോ? കാണിച്ചു തരാട്ടോ. കണ്ടോ? സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ കേട്ടോ. കിട്ടുമ്പോഴത്തെ ആനലുണ്ടാവും. നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പോയത് ദസറക്ക് പോകുമ്പോൾ, പിന്നെ ദസറക്ക് പോയതിന് ശേഷം ദസറക്ക് തന്നെ. ദസറക്ക് പോയിട്ട് വരുമ്പോൾ റോഡ് സൈഡ് ഫുൾ ആനയാവും. പറയണ്ട, കാണിച്ചു തരും. ഉണ്ടാവരേ മാട് കുറേ. പിന്നെ പുലി ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ നേരത്തെ എന്തോ പറയുന്നുണ്ടേ. എന്തുണ്ടാവും തന്നെ? പുലിയാ? പുലി എല്ലാം ഉണ്ടാവും അല്ലേ? നോക്കാം നമുക്ക്. ഞാൻ കാണിച്ചു തരട്ടാ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ നോക്കാം. അത് പോലീസ് സ്റ്റേഷനാ? ഇത് ചെക്കിങ് കേട്ടോ ഇവിടുത്തെ. ബൈക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹെൽമെറ്റ് നിർബന്ധമില്ലേ? ഇല്ലേ? ഹെൽമെറ്റ് നിർബന്ധമില്ല. നമ്മ ഇതാ മൈസൂർ റൂട്ടിൽ ഗോനിക്കുപ്പയന് ഇപ്പുറം എത്തിയല്ലേ?
കഴിഞ്ഞിട്ട് കൊറേ എത്തിയില്ലടാ. ആനച്ചോക്കി എത്താൻ ആനനെ മരിക്കുന്ന സ്ഥലമുണ്ട് അത് തന്നെ അല്ലേ? ആനച്ചൊക്കി എന്താ പേര്? ആനച്ചോക്കി. ആനച്ചൊക്കി. ആനച്ചൊക്കി എത്താൻ പോയിട്ടാ മരിക്കുന്ന സ്ഥലം. ഇവിടെ അന്ന് കാട്ടത്ത് പിടിച്ചോണ്ടാന്നിട്ട് ഇവിടുന്ന് മെരുക്കി എടുത്തിട്ട് നാട്ടിലേക്ക് അയക്കും. വേറെ ആനന്റെ പേര് ഇട്ടിട്ട് സെറ്റ് ആക്കും. ഇവിടെ ഈ ഭാഗത്ത് കാട് വൃത്തിയാക്കിയ പോലെ ഉണ്ട്. വൃത്തിയാക്കിയെങ്കിൽ അടിപൊളി ബോർഡ് ഇതെല്ലാം ഉണ്ട്. ഇതാ ടൈഗറിന്റെ സ്ഥലമായിട്ട്. ഇതാ ടൈഗറിന്റെ ബോർഡ് ഇവിടെ ഉണ്ട്. കാട്ടി മൃഗങ്ങൾ ഇതല്ല ഈ സൈഡിലെല്ലാം കാണാം. ആന ഉണ്ടാവും. ആന എന്തായാലും ഉണ്ടെങ്കിൽ കാണിച്ചു കേട്ടോ. എന്തായാലും ഉണ്ട് ഈ സമയത്ത് ആന ഉണ്ടോ? ആനുണ്ട്. പോലീസിന്റെ താറ്. പോലീസിന്റെ താറ്. സാറിന് മുമ്പിൽ പോലീസിന്റെ തന്നെ. എന്താ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചിരണ്ടി? ഞാൻ കണ്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. മാനെ അഴകുള്ള പുള്ളി മാനെ. മുത്തങ്ങയില് നല്ലോണം. പക്ഷെ ഈ റൂട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടോ. അന്ന് ഇത് അസറക്ക് പോയിട്ട് വരുമ്പോണ്ടല്ലോ എന്റെ മോനെ ആന ക്രോസ് ചെയ്യുന്നു. നമ്മളിട്ട് വണ്ടി എടുത്തി ബൈക്ക് എടുത്തിട്ടുണ്ട്. ആന നമ്മളെ ഭാഗത്തേക്ക് തീരുന്നടാ. അനങ്ങാടുക്കണോ? എന്റെ അപ്പുറം ഉണ്ടായവര് നമ്മളെ ഇവനാന്ന് മറ്റവനാന്ന്. ഓന് ബേജാറാൻ പറ്റില്ല കേട്ടോ. ആന മുമ്പിൽ പൊട്ടിനെ ബേജാറാൻ പറ്റില്ല. ആന ചൊക്കി. ഇത് ആന മരിക്കുന്ന സ്ഥലം ഇതാന്ന് റൈറ്റ്. ഇവിടെ എന്താ അറിയാ ഈ ആന ഇതിനുള്ളിൽ ഏത് ആന അതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ കുറെ ഉണ്ട്. അന്ന് ഞാൻ കണ്ടിന്. അടി ഇതല്ല കുറാമി. ഇതല്ല ഇനി വരാൻ പോകുന്നയാന്ന്. അതാ നീ കണ്ടോ? അതിന് എന്നാ പിന്നെ ഇവിടുന്നേ തുടങ്ങിയട്ടാ. പക്ഷെ ഇവരെ മെയിൻ എൻട്രൻസ് അങ്ങാണ്. ഇവരെ മെയിൻ സ്ഥലം ഉണ്ട് അവിടെ ഒരു ഗേറ്റ് എല്ലാം ആയിട്ട്. എടാ അന്ന് ഏത് സിനിമയിലെ ആന കണ്ടോ? ആൾക്കാർ ആടെ ഇന്ന് സന്ദർശനം ഉണ്ട് തോണ്ടാ. ഇതാണ് മെയിൻ എൻട്രൻസ്. കണ്ട ഇതാ മെയിൻ എൻട്രൻസ്. കണ്ടോ? അതാണ് ആന മരിക്കുന്ന സ്ഥലം. ആന ഇതിന്റെ പേരെന്താ? ആന ചോക്കി. ഇവിടെ ഉണ്ടല്ലോ അന്ന് ഏതോ സിനിമയിൽ അഭിനയിച്ച ഒരു ആന ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ചാനലാറിലും വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോയിനി. സത്യം. ഇവൻ വിചാരിച്ചാ തള്ളുന്നല്ല. അത് വിട്. ആന ഏതോ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്തോ അവാർഡ് കിട്ടിയിട്ട് ആനക്ക്. അതെന്താ അറിയോ? ജംഷീദൊക്കെ അറിയോ? എന്തോ ഒരു സംഭവം ഉണ്ടായിനി. ഇവിടുത്തെ ഏതൊരു ആന എന്തോ സിനിമയിലായിട്ട് അഭിനയിച്ചിട്ട് എന്തോ അവാർഡ് കിട്ടീനി. എന്നിട്ട് ആനയുടെ കൊണ്ട് തിരിച്ചുവിടെ കൊണ്ടുവന്നാക്കിയാലോ ചാനലാറിലും വന്നിട്ട് ഷൂട്ട് ചെയ്തിനി. അത് ഞാൻ കണ്ടിനി. അത് ഇതേ സ്ഥലം. അന്ന് ഞാനിവിടെ വരണമെന്ന് വിചാരിച്ചാൽ മക്കളെ വരാൻ പറ്റിയിട്ടില്ല. താറുണ്ട്. എത്രയോ താറ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. എല്ലായിടത്തും നോക്കിയാലും താറിനട്ടോ. ഈ കർണാടകയില് കൂടുതൽ റേഞ്ച് പോയിട്ട് ഇനി ഞാൻ വണ്ടി എടുക്കണോന്ന്. ഫോണ് കട്ടായി. ഇനി ഓളെ വിളി ഇതൊന്നും നടക്കൂല. അതാണ് സംഭവം. കട്ടായി. കിട്ടൂല. റൂട്ടൊക്കെ ഈ 800 എടുത്ത് മാറ്റി. കൽപ്പവാസ് ആനടിച്ചത് അതിന് ശേഷം ഞാൻ ഈ റൂട്ട് കാണിച്ചു കൊടുക്കട്ടെ. നീ അന്ന് ഓട്ടോക്ക് ചെയ്തേ. റോഡൊക്കെ അങ്ങക്ക് മോനെ ഇതിരസോലെ കത്തട്ടെ മോനെ. ആലോചിച്ചൊക്കെ ഈ റോട്ടിൽ കൂടി കൽപ്പവാസ് പോകുന്നത്. ചീര പോക്കരിക്കോട്ടെ. നമ്മളെ വളവിലും തിരുവിൽ എങ്ങനെ പോകുന്നത്. അപ്പൊ ഈ സ്ട്രൈറ്റ് റോഡിൽ പോകുന്നത് ആലോചിച്ചോക്കെ. ഭയങ്കര രസമുണ്ട് കേട്ടോ. ആ റൂട്ട് ദൂരത്തുനിന്നാണ് വേണ്ടിക്ക്. പൊളി റൂട്ടാട്ടോ. ഞാൻ ഉണ്ടല്ലോ സത്യം പറയാലോ അന്ന് ദസറക്ക് പോകുമ്പോ രാത്രി പോയോണ്ട് ഇതിന്റെ ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലാ? രാത്രി പോകുന്നോണ്ട് നമുക്ക് ഒരു വ്യൂ കിട്ടുന്നില്ല. ശരിക്കും കണ്ണോടിച്ച കാണണമെങ്കിൽ എന്താ കാണാൻ നോക്കട്ടെ. കിട്ടും. പക്ഷെ നമ്മന്ന് മാന് കാട്ടി ഉണ്ടാവും. കാട്ടുപോത്തില്ല. അമ്പലം അമ്പലത്തിന്റെ അടുത്താണ് പുലി. മാനുണ്ടാവും. പുള്ളിമാനും മാനും ഇതെല്ലാം ഉണ്ടാവും. റൂട്ട് കാണേണ്ട റൂട്ട് തന്നെ മക്കളെ. മൈസൂർ റോഡ് ഒന്നൊന്നര റോഡ് കേട്ടോ. പറയാനില്ല. ഒന്നും പറയാം. ഇതാ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ടോ. നിങ്ങൾ ഇത് കാണുമെന്നില്ല. പക്ഷെ റൂട്ടുണ്ടോ നല്ല അടിപൊളി റൂട്ടാട്ടോ. ഭയങ്കര രസാ. ഇരുട്ട് എത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് മതിയാകൂല. അത് മാനതാ മാന കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ വീടിന്റെ അടുത്ത് പോയില്ലേ അപ്പുറത്തേക്ക് സിദ്ധാവരം കയറിയിട്ട് ഈടെത്തി. ഇനി മൃഗങ്ങളെ കാണൂല. ഇത് എടുത്തില്ലേ? നമ്മ ലെഫ്റ്റ് പോണ്ടല്ല നേരെ തന്നെ അല്ലേ?
പൈസ വാങ്ങുന്നുണ്ടോ? നമുക്ക് നേരല്ലേ നമ്മ ഇതിലൂടെ പോയിട്ട് എന്റെ മോനെ അതിലൂടെ പോയി കഴിഞ്ഞാല് നമ്മളെ മറ്റേ ഹൈവേയിൽ തന്നെ എത്തുക. പക്ഷെ ഇങ്ങോട്ട് ഹസനഹള്ളി ഹസനഹള്ളി അങ്ങോട്ടേക്ക് എത്തും. മറ്റേ ഇതില്ലേ മറ്റേ മോഹൻലാലിന്റെ ഒരു പടത്തിൽ പറയുന്നില്ല എന്താണ് ഹള്ളി ഹള്ളി അതാ ഇപ്പത്തും ആ ഷൂട്ട് ചെയ്ത് കൂടിയാ ഷൂട്ട് ചെയ്താണോന്നറിയില്ല സ്ഥലത്തിന്റെ പേരാ